ലാമ്പിന്റെ അവിടെ പറഞ്ഞത് നമ്മള് ആദ്യം പറഞ്ഞു ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആരെ കുറിച്ച് പറഞ്ഞു? ലൈറ്റ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ച് പറഞ്ഞു. ലൈറ്റ് എഫക്റ്റിൽ നമ്മൾ പറഞ്ഞു നമുക്ക് ബൾബുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കറണ്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് ലൈറ്റ് തരുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബൾബ് എന്ന് വിളിക്കുക. കറണ്ട് കൊടുത്തു കഴിഞ്ഞാല് അതിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് കിട്ടും. അങ്ങനെയുള്ള സാധനങ്ങളെയാണ് അല്ലെ. ആ ബൾബുകള് ഒരുപാട് തരത്തിലുണ്ട്. ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ച ബൾബുകൾ? ഏതൊക്കെയായിരുന്നു? 6 ബൾബിന്റെ പേര് നമ്മൾ പഠിച്ചിരുന്നു. ഏതൊക്കെയാണത്? പറയും. അതന്നെ. ഒന്നാമത്തേതേനു പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതും വില തീരെ കുറവായിട്ടുള്ളൊരു ബൾബ് ഉണ്ട്. ഏത് ബൾബാ? ഏതാണ്? ഇൻകാൻഡസെന്റ് ലാമ്പ് എന്ന് വിളിക്കുന്ന ലാമ്പ്. ഇൻകാഡസെന്റ് ലാമ്പ്, ഇൻകാഡസെന്റ് ബൾബ് എന്ന് പറയാം. അതിന് വേറൊരു പേരും കൂടി ഇല്ലേ? ഇൻകാഡസെന്റ് ബൾബിന് വേറൊരു പേരും കൂടി ഉണ്ടല്ലോ. എന്താ രണ്ടാമത്തെ പേരെന്താ? ഏതാ പേര്? ഇൻകാഡസെന്റ് ലാമ്പിന്റെ വേറൊരു പേരെന്താ? ഫിലമെന്റ് ലാമ്പ്. ഏതാണ്? ഫിലമെന്റ് ബൾബ്, ഫിലമെന്റ് ലാമ്പ് എന്നും കൂടി അതിനെ പറയാറുണ്ട്. അപ്പോ ഇൻകാഡസെന്റ് ലാമ്പ് അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പ് എന്നറിയപ്പെടുന്ന ഒരു ബൾബ് ഉണ്ട്. പിന്നെ അത് ഒരു ബൾബ്. ഓക്കെ. പിന്നെ ഏതാ പഠിച്ചേ? വേറെ ഏത് ബൾബാ പഠിച്ചേ? ഡിസ്ചാർജ് ലാമ്പുകൾ ഉണ്ട്. ഡിസ്ചാർജ് ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോഡിയം വേപ്പർ ലാമ്പ്. ഡിസ്ചാർജ് ലാമ്പിന്റെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു 4 ബൾബുകളാണ്. അതാണ് ഇനി നമുക്ക് പറയാനുള്ളത്. നമുക്ക് പറയാം. സോഡിയം വേപ്പർ ലാമ്പ്, മെർക്കുറി വേപ്പർ ലാമ്പ് എന്ന് പറഞ്ഞിട്ട് കുറെ വേപ്പർ ലാമ്പുകൾ ഉണ്ട്. പിന്നെ കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ് എന്നറിയപ്പെടുന്ന CFL. പിന്നെ ആരാ? ആർക്ക് ലാമ്പ് ഉണ്ട്. എന്റെ ഇടയിൽ ഒന്നും കൂടി ഇല്ല. ട്യൂബ് ലൈറ്റ് ഇല്ലേ? അതിനൊരു പേരില്ലേ? ട്യൂബ് ലൈറ്റിനൊരു പേരില്ലേ? ഫ്ലൂറസെന്റ് ലാമ്പ് എന്നറിയപ്പെടുന്ന ബൾബ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള 4 ബൾബുകൾ. പിന്നെ ഏറ്റവും അവസാനം നമ്മള് LED ബൾബിന്റെ കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും ബൾബുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതില് ഇൻകാഡസെന്റ് ലാമ്പിന്റെ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് അടുത്ത ബൾബുകളെ കുറിച്ചാണ്. അടുത്ത ബൾബ് എന്ന് പറഞ്ഞാല് ഇന്ന് നമ്മൾ പറയാൻ പോണ ബൾബ് ഏതൊക്കെയാന്ന് അറിയാം? ഒന്ന് നമ്മളെ വേപ്പർ ലാമ്പുകള്. വേപ്പർ ലാമ്പ് എന്ന് പറഞ്ഞാൽ സോഡിയം വേപ്പർ ലാമ്പ്, ഹൈഡ്രജൻ വേപ്പർ ലാമ്പ്, മെർക്കുറി വേപ്പർ ലാമ്പ് എന്ന് പറഞ്ഞിട്ട് കുറെ വേപ്പർ ലാമ്പുകളുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് സോഡിയം വേപ്പർ ലാമ്പ് എന്നുള്ള പേരാണ്. ഏത് വേപ്പർ ലാമ്പ് പറഞ്ഞാലും ഒരേപോലെ തന്നെയാണ് വേപ്പർ ലാമ്പ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് CFL. CFLന്റെ ഫുൾ ഫോം എന്താ? CFL. അതിന്റെ ഫുൾ ഫോം എന്താ? CFLന്റെ ഫുൾ ഫോം എന്താ? കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്. മറക്കരുത്. എന്താണ്? കോമ്പാക്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ അങ്ങനെ തന്നെ പറയട്ടെ. കോമ്പാക്ട് പറഞ്ഞാൽ ചെറുതാക്കിയ എന്നുള്ളതാണ്. കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്. CFLന്റെ ഫുൾ ഫോം എന്താണ്? കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്. ഇതാണ് CFLന്റെ ഫുൾ ഫോം. ഇനി CFL ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഫ്ലൂറസെന്റ് ലാമ്പിനെ കുറിച്ചാണ്. ഫ്ലൂറസെന്റ് ലാമ്പ് FL എഴുതാം. അതിന്റെ ഫുൾ ഫോം ഫ്ലൂറസെന്റ് ലാമ്പ്. ഓക്കെ. പിന്നെ ആരാളുള്ളത്? CFL ഉണ്ട്, ഫ്ലൂറസെന്റ് ലാമ്പ് ഉണ്ട്, വേപ്പർ ലാമ്പ് ഉണ്ട്. പിന്നെ ആരാളെ? ആരാ? കൂടില്ലേ? ആരാണ്? ആർക്ക് ലാമ്പ്. ആർക്ക് ലാമ്പ്. ആർക്ക് ലാമ്പ് ഉണ്ട്. പിന്നെ LED ഉണ്ട് അല്ലെ? LED ഇവിടെ നിൽക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം? ഈ 4 ബൾബ് ആരൊക്കെ? വേപ്പർ ലാമ്പ്, CFL, ഫ്ലൂറസെന്റ്, ആർക്ക് ലാമ്പ്. ഇത് 4ഉം ഏറെക്കുറെ ഒരേ കോലത്തിലാണുള്ളത്. കാണാൻ ഒരേപോലെയാണെന്നല്ല, ഇതിന്റെ പ്രവർത്തനം ഏറെക്കുറെ ഒരേപോലെയാണ്. നമ്മളെ ഇൻകാഡസെന്റ് ലാമ്പിന്റെ അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പിന്റെ പ്രവർത്തനം നമ്മൾ പഠിച്ചല്ലോ. ഏറെക്കുറെ ഇത് 4ത്തിന്റെ പ്രവർത്തനം ഒരുപോലെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ 4 ബൾബിനെയും കൂടി നമ്മൾ വിളിക്കുന്ന പേരാണ്, ഈ കൂട്ടത്തിന് അല്ലെങ്കിൽ എന്താ പറയാ, ഈ ബൾബിനെ നമുക്ക് വേറൊരു പേര് വിളിക്കാൻ പറ്റും. ഈ 4 ബൾബിനെ നമുക്ക് വേറൊരു പേര് വിളിക്കാം. ഡിസ്ചാർജ് ലാമ്പ് എന്ന് വിളിക്കാൻ പറ്റും. ഡിസ്ചാർജ് ലാമ്പ്. അപ്പൊ നമ്മളോട് ചോദിച്ചാണ്, ഡിസ്ചാർജ് ലാമ്പിന്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന ബൾബുകൾ ഏതൊക്കെയാണ്? എന്താ നിങ്ങൾ പറയാം? ഡിസ്ചാർജ് ലാമ്പിന്റെ
കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റുന്ന ബൾബുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണെന്നാ പറയാ? വേപ്പർ ലാമ്പ്, CFL, FL. വേപ്പർ ലാമ്പ്, CFL, പിന്നെ FL പറയുന്നത് കേട്ടോ. അതിന്റെ ഫുൾ ഫോം തന്നെ പറയണം. എന്താ പറയാ? ഫ്ലൂറസെന്റ് ലാമ്പ്, ആർക്ക് ലാമ്പ്. ഇത് നാലും എന്ത് ചെയ്യാം? ഡിസ്ചാർജ് ലാമ്പിന്റെ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റുന്നതാണ്. അപ്പൊ എന്താണ് ഡിസ്ചാർജ് ലാമ്പ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഡിസ്ചാർജ് ലാമ്പിൽ ലൈറ്റ് ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മളെ ടെക്സ്റ്റ് ബുക്കില് 2 വരിയിൽ ഒതുക്കിയിട്ട് പറഞ്ഞതാണ്. നമുക്കത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയാം. ഡീറ്റെയിൽഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. അതിന് മുന്നേ ഡിസ്ചാർജ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഡിസ്ചാർജ് ചെയ്യാന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ ഡിസ്ചാർജ് എന്നുള്ള വാക്കിന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഡിസ്ചാർജ് എന്നുള്ള വാക്കിന്റെ അർത്ഥം പിരിച്ചുവിടുക. എന്താണ് ഡിസ്ചാർജ് ചെയ്യുന്ന? പിരിച്ചുവിടുക എന്നുള്ള അർത്ഥമുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്ത് പോരാൻ അവിടുന്ന് പറഞ്ഞയക്കുക എന്നുള്ളതാണ്. അതല്ലാണ്ട് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജ് ഒഴിവാക്കുക. ഡിസ്ചാർജ് പറഞ്ഞാല് ചാർജ് ഒഴിവാക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ഈ ചാർജ് ഒഴിവാക്കിക്കാണ്ട് ഇതിനിങ്ങനെ പേര് വരാനുള്ള കാരണം ഈ ബൾബുകളിലൊക്കെ ലൈറ്റ് വരൽ എപ്പോഴാണെന്നറിയോ? അതിന് ആദ്യം ആ ബൾബിന് ചാർജ് കിട്ടും, ഒരു ഭാഗത്തിന് ചാർജ് കിട്ടും. ചാർജ് കിട്ടിക്കാണ്ട് കിട്ടിയ ചാർജിനെ അതെന്ത് ചെയ്യും? ഒഴിവാക്കുമ്പോഴാണ് പ്രകാശം ഉണ്ടാവും. അതായത് ആ ചാർജ് കിട്ടിയല്ലോ, ചാർജ് കിട്ടി കഴിഞ്ഞിട്ട് കിട്ടിയ ചാർജിനെ ലൈറ്റിന്റെ രൂപത്തില്, പ്രകാശത്തിന്റെ രൂപത്തിൽ അങ്ങനെ ഒഴിവാക്കും. ചാർജിനെ പ്രകാശത്തിന്റെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഒഴിവാക്കുന്ന സംഭവമാണ് ഇവിടെ ഈ ബൾബുകളിലൊക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഡിസ്ചാർജ് ലാമ്പ് എന്നുള്ള പേര് വന്നത്. കേട്ടെ. ഇനി ഈ ബൾബുകളിൽ എങ്ങനെയാണ് പ്രകാശം ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? ഇത് സ്കൂളിൽ എടുത്തിരിക്കണോ നോക്കലേ? പാഠം കഴിഞ്ഞോ? കഴിഞ്ഞു അല്ലേ? ഓക്കെ. അപ്പോ ഇവിടെ നോക്കുക, ഡിസ്ചാർജ് ലാമ്പിന്റെ ആ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളതാണ്. ഡിസ്ചാർജ് ലാമ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട 3 നമ്മള് ഇൻകാർഡൻസ് ലാമ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതിനും പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഒരു ഗ്ലാസിന്റെ ആവരണം ഉണ്ടാവും, ഗ്ലാസിന്റെ കേസ് ഉണ്ടാവും, ഗ്ലാസ് കവറേജ് ഉണ്ടാവും. എല്ലാത്തിനും ഉണ്ടാവില്ല, എല്ലാ ബൾബിന്റെ പുറത്തും ഉണ്ടാവില്ല ഗ്ലാസിന്റെ ആവരണം. അതിന് പിന്നെ ഉണ്ടാവുക ഇവിടെ ഒരു കോയിലും ഉണ്ടാവും, ഇവിടെ ഒരു കോയിലും ഉണ്ടാവും. 2 കോയിലുകൾ അല്ലെങ്കിൽ 2 ഇലക്ട്രോഡുകൾ ഉണ്ടാവും. ഇലക്ട്രോഡുകൾ, ഇലക്ട്രോൺ അല്ല, ഇലക്ട്രോഡ്, ODE, ഇലക്ട്രോഡ്. എന്താ ഇലക്ട്രോഡ് എന്നാല്? ഇവിടെ നമുക്ക് ഇതിന്റെ പ്രവർത്തനം പറയുമ്പോൾ ഒരു 3 വാക്ക് നിങ്ങൾക്ക് അറിയാൻ നോക്കിക്കോളി. ഒന്ന് ഇലക്ട്രോഡ് പറഞ്ഞ വാക്ക്, രണ്ടാമത്തത് അയോൺസ് എന്ന് പറഞ്ഞ വാക്ക്, അയോൺസ്, അയോണുകള്. പിന്നെ മൂന്നാമത്തത് മലയാളക്കാർക്ക് അയോണീകരണം എന്ന് പറയും, ഇംഗ്ലീഷില് അയോണൈസേഷൻ എന്ന് പറയും. അയണൈസേഷൻ മലയാളത്തിലാണെങ്കിൽ അതിനെ പറയാം അയോണീകരണം എന്ന് പറയും. ഈ 3 വാക്കുകൾ അറിയാൻ നോക്കി, എന്നിട്ട് നമുക്ക് അതിന്റെ പ്രവർത്തനം പറയാം. എന്താ ഇലക്ട്രോഡ് പറഞ്ഞാല്? ആർക്കെങ്കിലും അറിയാം ഇലക്ട്രോഡ് എന്താന്നുള്ളത്? അറിയില്ലെങ്കിൽ നോക്കിക്കോളൂ. ഇലക്ട്രോഡ് പറഞ്ഞാല് ഒരു സാധനമാണ്. എല്ലാം ഓരോ സാധനങ്ങളായിക്കോല്ലോ അല്ലെ? ഇലക്ട്രോഡ് എന്ന് പറയുന്നതും ഒരു സാധനമാണ്. ആ സാധനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിലേക്ക് നമ്മൾ ചാർജ് കൊടുത്താൽ, കറണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോഡാണ്. നമ്മൾ ഇതിലേക്ക് ചാർജ് കൊടുത്തു കഴിഞ്ഞാല് എവിടെ കെമിസ്ട്രിയിൽ ശരിക്കും ഇലക്ട്രോഡ് പറഞ്ഞ സാധനം തന്നെ പഠിക്കാണ്ട്, ഇലക്ട്രോഡിലേക്ക് നമ്മൾ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് അറിയുമ്പോൾ ആ ഇലക്ട്രോഡ് അതിന്റെ അടുത്തുള്ളവർക്കൊക്കെ എന്ത് ചെയ്യും? ചാർജ്. നല്ല ദാനശീലനാണ് ആര്? നമ്മളെ ഇലക്ട്രോഡ് പറഞ്ഞ സാധനം. ആരെപ്പോലെ? അസ്ലമേ അല്ലെ? ഭയങ്കര നല്ല സ്വഭാവമുള്ള ആളാണ് ആര്? ഇലക്ട്രോഡ്. കിട്ടിയാൽ പിന്നെ അതിന് ചാർജ് കിട്ടിയാൽ അതിന്റെ അടുത്തുള്ളവർക്കൊക്കെ, അതേപോലെ തന്നെ അടുത്ത ആരൊക്കെയുണ്ട് ചോർക്കൊക്കെ കൊടുത്തോളും. അപ്പൊ അതാണ് ഇലക്ട്രോഡിന്റെ സ്വഭാവം. കെമിസ്ട്രിയിലും അങ്ങനെ തന്നെ കേട്ടോ. ചാർജ് കൊടുക്കും, ആ ചാർജ് അടുത്തുള്ള ആളുകൾക്കൊക്കെ കൊടുക്കുന്ന സാധനമാണ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇലക്ട്രോഡ് എന്താണെന്ന് ഓർക്കില്ലല്ലോ? ഇലക്ട്രോഡിലേക്ക് നമ്മൾ വൈദ്യുതി കൊടുത്തു കഴിഞ്ഞാൽ, ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കൊക്കെ അത് ചാർജ് കൊടുക്കുകയാണ് ചെയ്യാം. ഇതിന്റെ അടുത്ത് ഇനി ഒരാളും കൂടി ഉണ്ട്. നമുക്ക് ഇതിന്റെ ഭാഗങ്ങൾ ആയൊന്ന് പറഞ്ഞുതരാം. ഇത് 2 ഇലക്ട്രോഡുകള്, ഇത് ഗ്ലാസിന്റെ ആവരണം. ഇതിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുന്ന അറിയാം? ഗ്ലാസിന്റെ ഉള്ളില് ഒരു ഗ്യാസ് ഉണ്ടാകും, ഏതെങ്കിലും ഒരു വാതകം ഉണ്ടാവും. അത് ചിലപ്പോൾ ഹൈഡ്രജൻ ആയിരിക്കാം, ചിലപ്പോൾ സോഡിയം ആയിരിക്കും,
ചിലപ്പോ നമ്മളെ ആരായിരിക്കും ഹൈഡ്രജനോ സോഡിയമോ മെർക്കുറിയോ അങ്ങനെ തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു വാതകം ഇതിനുള്ളിലുണ്ടാവും. നമ്മള് സോഡിയം വേപ്പർ ലാമ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ സോഡിയം ആയിക്കാരം, നൈട്രജൻ വേപ്പർ ലാമ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ നൈട്രജൻ ആയിക്കാരം, ഫ്ലൂറസെന്റും അതേപോലെ തന്നെ CFL ഒക്കെ ഉള്ളിലാണെങ്കിൽ മെർക്കുറി വേപ്പർ ആയിക്കാരം. അങ്ങനെ ഏതെങ്കിലും ഒരു വാതകം ഇതിനുള്ളിൽ ഉണ്ടാവും. ഞാൻ തൽക്കാലം ആ വാതകം എന്ന് പറഞ്ഞാൽ വാതകത്തിന്റെ കുറെ മോളിക്യൂൾസ് അല്ലേ, ആ വാതകത്തിന്റെ മോളിക്യൂൾസ് ഞാൻ അവിടെ വരയ്ക്കുന്നുണ്ട്. ഇങ്ങനെ കുറെ മോളിക്യൂൾസ് ഉണ്ടാവും, ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടാവും. ഈ 3 സാധനങ്ങളാണ് ആകെ ഒരു ഡിസ്ചാർജ് ലാമ്പിന് ആവശ്യമുള്ളൂ. ഒന്ന് ഇതെന്താ, രണ്ട് അറ്റത്തുള്ള എന്താ, 2 ഇലക്ട്രോഡുകളാണ് ഈ 2 അറ്റത്ത് വെച്ചിട്ടുള്ളത് അല്ലേ. 2 ഇലക്ട്രോഡുകൾ ഉണ്ട്, ഒരു ഗ്ലാസ് കവറേജ് ഉണ്ട്, ഉള്ളിലായിട്ട് ഒരു ഗ്യാസും ഉണ്ട്. ആ ഗ്യാസിന്റെ മോളിക്യൂൾസ് ഞാൻ ഇവിടെ വരച്ചതാണ്. അപ്പൊ ഇലക്ട്രോഡിലേക്ക് നമ്മൾ കറണ്ട് കൊടുക്കും. ഇലക്ട്രോഡിലേക്ക് വി അപ്ലൈഡ് ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ടു ദ ഇലക്ട്രോഡ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി. വി അപ്ലൈഡ് ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ടു ദ ഇലക്ട്രോഡ്. ഇലക്ട്രോഡിലേക്ക് നമ്മൾ ചാർജ് കൊടുക്കുക, അല്ലെങ്കിൽ ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് കൊടുക്കുക. കറണ്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അതിന്റെ മോളിക്യൂൾസുകൾക്കൊക്കെ ആ ചാർജ് അങ്ങോട്ട് കൊടുക്കും, ചാർജ് കൊടുക്കും. ഇനി രണ്ടാമത്തെ വാക്കാണ് അയോണുകൾ. എന്താണ് ഈ അയോൺസ് എന്ന് പറഞ്ഞാൽ? എന്താ അയോൺ? മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ അയോൺ അയോൺ എന്ന് തന്നെ പറയാം. എന്താണ് അയോൺസ് എന്ന് പറഞ്ഞാല്? അയോൺ എന്താ? റേഷൻ കടയിൽ പോയിട്ട് നമ്മൾ ആകുമ്പോ റേഷൻ കാർഡ് കാണിച്ചു കൊടുത്താല് അവിടുന്ന് കിട്ടുന്ന ഒരു സാധനല്ലേ അയോൺ എന്ന് പറഞ്ഞാല്? അരിന്റെ കൂടെ ഒരു കവറിലാക്കി തരണേ അല്ലേ? അല്ല അഭിനെ അയോൺ പറഞ്ഞാൽ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സാധനല്ലേ മോനെ അഭിനെ? ആണല്ലേ? അല്ലേ? എന്നാ അല്ല. എന്നാ പിന്നെ എവിടുന്ന കിട്ടപ്പോ അയോൺ? അയോൺ എന്താ സാധനം? ഇതേ പറഞ്ഞ എങ്ങനെ അടുക്കളയിൽ പോയിട്ട് ചായപ്പൊടി പഞ്ചസാര ഒക്കെ കണ്ടുണ്ടാക്കുന്ന സാധനത്തിന്റെ പേരാണ് അയോൺ എന്ന് പറയണത്? അല്ല, പിന്നെന്താണ് ഈ അയോൺ? എന്താ അയോണോ? സാധനം അത് ലെഡാണ്. ഷോൾഡറിങ് അയൺ. ഇതാണ് പറഞ്ഞ അതാണ് അല്ലേ, ഷോൾഡറിങ് അയൺ എന്ന് പറഞ്ഞ സാധനം. അതൊന്നും അല്ലട്ടോ. ഈ അയോൺ എന്ന് പറഞ്ഞാലേ കെമിസ്ട്രിയിൽ അയോണാണ് എനിക്ക് വേണ്ടത്. കെമിസ്ട്രിയിൽ അയോൺ. ആറ്റം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ആറ്റത്തിന് ചാർജ് ഉണ്ടാവും. ആറ്റത്തിന് ചാർജ് ഉണ്ടാവും. പോസിറ്റീവ് ചാർജ് ആണോ നെഗറ്റീവ് ചാർജ് ആണോ? ഉണ്ടോ ചാർജ് ആറ്റത്തിന്? സാധാരണഗതിയിൽ ഒരു ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. ആറ്റത്തിന് ചാർജ് ഉണ്ടാവില്ല. പക്ഷേ ആറ്റത്തിന് സാധാരണഗതിയിൽ ചാർജ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ആറ്റത്തിന് ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഇതേപോലെ ഇലക്ട്രോണിന്റെ അടുത്ത് പോയി നിൽക്കുകയോ ചെയ്താൽ ഇലക്ട്രോഡ് ഇത് മാറുന്നത് കേട്ടോ. ഇലക്ട്രോൺ എന്നല്ല നമ്മളിതിനെ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോഡ് ഡി എന്നാണ് അവസാനം, ഇലക്ട്രോഡ്. ഇപ്പൊ ഈ ഇലക്ട്രോണിന്റെ അടുത്ത് പോയി നിൽക്കുകയൊക്കെ ചെയ്താല് ഇതിന് ചാർജ് കിട്ടൂലേ? ആറ്റത്തിന് ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ്, പോസിറ്റീവ് ചാർജ് കിട്ടും, ചിലപ്പോൾ നെഗറ്റീവ് ചാർജ് കിട്ടും. ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മൾ ആറ്റം എന്നല്ല വിളിക്കുക, പിന്നെ വിളിക്കുന്ന പേരാണ് ഈ അയോൺസ് എന്നുള്ളത്. കെമിസ്ട്രിയിൽ അയോണ്. പിന്നെ അഭിന് പറഞ്ഞ പോലെ ഷോൾഡർ പറയുന്നത് അത് വേറെ ഇരുമ്പ് എന്നുള്ള അർത്ഥത്തിലാണ് അയൺ എന്ന് പറയാം. ഇത് അയോൺസ് എന്ന് പറയും. മറക്കണ്ട, ആറ്റത്തിന് ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് ഉള്ള ആറ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അയോൺസ് എന്ന് വിളിക്കാം. മറക്കൂലല്ലോ? മറക്കോ മനുഷ്യന്മാരെ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങനത്തൊക്കെ കണ്ടക്കണോ? SO4 H+. ഇങ്ങനെ കണ്ടക്കണോ നിങ്ങള് കെമിസ്ട്രിയിൽ എവിടെയെങ്കിലും? 9ാം ക്ലാസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞ കുറെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പ്ലസും മൈനസും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കുക അതൊക്കെ അയോൺസ് ആണ്. ചാർജ് ഉള്ള മോളിക്യൂൾസിനെയാണ്, ആറ്റത്തിനെയാണ് നമ്മൾ അയോൺസ് എന്ന് വിളിക്കാം. ഇനി ഇവിടെ ഒരു വാക്കും കൂടി ഉണ്ട്. അപ്പൊ അയോൺസ് എന്താണെന്നുള്ളത് കിട്ടി. ഇനി അയോണൈസേഷൻ, അയോണീകരണം. അയോണൈസേഷൻ അല്ലെങ്കിൽ അയോണീകരണം എന്താ എന്നുള്ളത് കൂടി ഒന്ന് പറയാം. അയോണീകരണം അല്ലെങ്കിൽ അയോണൈസേഷൻ എന്ന് പറഞ്ഞാല് എന്താ അറിയോ?
ഈ ആറ്റത്തിന് ആദ്യം ചാർജ് ഒന്നും ഇല്ലല്ലോ. നമ്മൾ ഇലക്ട്രോഡിന്റെ അടുത്ത് നിൽക്കുമ്പോഴല്ലേ അതിന് ചാർജ് കിട്ടിയിട്ടുള്ളൂ അല്ലെ? ആദ്യം ചാർജ് ഒന്നും ഇല്ലേനും, പിന്നെ ഇലക്ട്രോഡിന്റെ അടുത്ത് നിന്നപ്പോഴാണ് ഇതിന് ചാർജ് കിട്ടിയത്. അങ്ങനെ ചാർജ് ഇല്ലാത്ത ഒരു സാധനത്തിന് ചാർജ് കിട്ടുന്ന സംഭവം ഉണ്ടല്ലോ, അതായത് ചാർജ് ഇല്ലാത്ത ഒരു ആറ്റത്തിന് ചാർജ് കിട്ടിപ്പിക്കുന്ന ആ പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അയോണൈസേഷൻ അല്ലെങ്കിൽ അയോണീകരണം എന്ന് വിളിക്കും. മനസ്സിലല്ലോ? അയോണൈസേഷൻ അല്ലെങ്കിൽ അയോണീകരണം എന്ന് പറഞ്ഞാല് ചാർജ് ഇല്ലാത്ത ഒരു സാധനത്തിന് ചാർജ് കിട്ടുന്ന പരിപാടിനെയാണ് എന്ത് വിളിക്കുക? അയോണൈസേഷൻ അല്ലെങ്കിൽ അയോണീകരണം എന്ന് വിളിക്കുക. അയോണൈസേഷൻ അല്ലെങ്കിൽ അയോണീകരണം എന്ന് വിളിക്കുന്നത്. മനസ്സിലല്ലോ? 3 വാക്കുകൾ ഇനി കിട്ടൂല. എന്താ ഇലക്ട്രോഡിന്റെ സ്വഭാവം? എന്താ ഇലക്ട്രോഡിന്റെ സ്വഭാവം? എന്താ ഇലക്ട്രോഡ് എന്താണ് അറിയൂ? നമ്മൾ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അടുത്തുള്ളവർക്കൊക്കെ ചാർജ് കൊടുക്കുന്ന സാധനമാണ് ഇലക്ട്രോഡ്. അയോൺസ് പറഞ്ഞാൽ എന്താ? അയോൺ അയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് ഉള്ള ആറ്റത്തിനെയാണ് അയോൺസ് എന്ന് വിളിക്കുക. അയോണൈസേഷൻ എന്ന് പറഞ്ഞാലോ? അയോണൈസേഷൻ പറഞ്ഞാല് ഒരു ആറ്റം അയോൺ ആയിട്ട് മാറുന്നതിനെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിന് ചാർജ് കിട്ടുന്ന ആ സംഭവത്തിനെയാണ് അയോണൈസേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇതാണ് ഇതിന്റെ ഈ 3 വാക്കുകൾ. ഇനി ഇവിടെ ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഇതിന്റെ പ്രവർത്തനം പറയാണ്. പ്രവർത്തനം ശരിക്കും നോക്കിക്കോളൂ. നമ്മുടെ ഇതിലെങ്ങനെ ചോദിക്കാൻ സാധ്യത ഉള്ളത് വെച്ചാൽ, ഇതിന്നിപ്പോ ഇനി അധികം ക്വസ്റ്റ്യൻസ് വരാന് ഫോക്കസ് ഏരിയ ഒക്കെ ആണെങ്കിൽ ഇതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഇനി അതല്ല ഫുള്ളായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ വർഷത്തെ റിസൾട്ട് ഒക്കെ കണ്ടിട്ട് അടുത്ത വർഷം ഫുള്ളായിട്ട് ചോദിക്കണ പോലൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഫുള്ളായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതിന്ന് ക്വസ്റ്റ്യൻ വരില്ല. ഇതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ വരികയെന്ന് വെച്ചാല്, ഇത് നിങ്ങളോട് പ്രവർത്തനമൊക്കെ ഒരു തന്നിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് അത് ഓർഡർ ആക്കി കൊടുത്താൽ മതി. ഏത് ഫസ്റ്റ്, അത് ഏത് മൂന്നാമത് നടക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതില് ഓരോ സ്റ്റെപ്പായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളല്ല നമ്മൾ ആരാച്ചാ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഈ 2 ഇലക്ട്രോഡുകളിലേക്ക് ഉയർന്ന വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, രണ്ടും ഒന്ന് തന്നെയാണ്. വോൾട്ടേജിന്റെ വേറൊരു പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഉയർന്ന വോൾട്ടേജ് കൊടുത്തു. ഫസ്റ്റ് സ്റ്റെപ്പാണ് അപ്ലൈയിങ് ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്ലൈയിങ് ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ടു ദ ഇലക്ട്രോഡ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് മറക്കണ്ട. അപ്ലൈയിങ് ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ടു ഇലക്ട്രോഡ്. ഈ 2 ഇലക്ട്രോഡിലേക്ക് ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു. അപ്പൊ എന്താ ഉണ്ടാവുക? അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഗ്യാസ് മോളിക്യൂൾസ് ഇല്ലേ, ഇതൊക്കെ ഗ്യാസ് മോളിക്യൂൾസ് ആണ്. അതിനൊക്കെ ചാർജ് കിട്ടും. അതിനൊക്കെ അയോണൈസേഷൻ സംഭവിക്കും, അല്ലെങ്കിൽ അത് കൺവേർട്ടിങ് ഇൻ ടു അയോൺസ്. ഗ്യാസ് മോളിക്യൂൾസിന് ചാർജ് കിട്ടും. ചാർജ് കിട്ടുന്നതാണ് അത് അയോൺ ആയിട്ട് മാറും എന്നർത്ഥം. അതായത് ഇലക്ട്രോഡിലേക്ക് നമ്മൾ ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു. രണ്ടാമത്തത്, ഇലക്ട്രോഡുകൾക്ക് അടുത്തുള്ള ഗ്യാസ് മോളിക്യൂൾസിനെ അല്ലെങ്കിൽ വാതക തന്മാത്രകൾക്ക് ചാർജ് ലഭിക്കുന്നു. വാതക തന്മാത്രകൾ അയോണീകരിക്കപ്പെടുന്നു. അല്ലെങ്കിൽ എന്ന് പറയാ, ഗ്യാസ് മോളിക്യൂൾസ് നിയർ ടു ദ ഇലക്ട്രോഡ് ഈസ് കട്ടിങ് ഇൻ ടു അയോൺ. അത് അയോൺ ആയിട്ട് മാറുന്നു. അതായത് ഒരു സൈഡിൽ ചിലപ്പോൾ പോസിറ്റീവ് ചാർജും ഒരു സൈഡിലുള്ള അതിനൊക്കെ നെഗറ്റീവ് ചാർജും കിട്ടും. അങ്ങനെ ചാർജ് കിട്ടി, ഗ്യാസ് മോളിക്യൂൾസിന് ചാർജ് കിട്ടി. അതാണ് അടുത്ത നമ്മൾ ചെയ്യുന്ന പരിപാടി. ഗ്യാസ് മോളിക്യൂൾസ് ബിക്കം അയോൺസ്. ഗ്യാസ് മോളിക്യൂൾ നിയർ ടു ദ ഇലക്ട്രോഡ് ബിക്കം അയോൺസ്. ഇതിനടുത്തുള്ള ഗ്യാസ് മോളിക്യൂൾസ് അയോൺ ആയിട്ട് മാറി. ഗ്യാസ് മോളിക്യൂൾസ് നിയർ ടു ദ ഇലക്ട്രോഡ് ബിക്കം അയോൺസ്. അത് അയോൺസ് ആയിട്ട് മാറി. അത് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് അതാണ്, അയോൺ ആയിട്ട് മാറും. ഇനി അയോൺ ആയി കഴിഞ്ഞാല് ഇതിന്റെ എന്താ അവസ്ഥ എന്ന് പറയുന്നത്? അയോൺ ആയി കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവമൊക്കെ ഉണ്ട് മാറും. ഏതുപോലെ ആയിരിക്കും എന്നറിയോ? നമ്മളെ മിഥിലാജിനെ ഓനക്ക് ബൈക്ക് ഒന്നും ഓടിക്കാൻ അറിയില്ല എന്ന് വിചാരിക്കാം. അപ്പൊ ഓന്റെ അടുത്ത് ഒരാൾ എന്ത് ചെയ്തു? ഒരു ബൈക്ക് കൊണ്ടുപോയി കൊടുത്തു. ബൈക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് എങ്ങനെയൊക്കെയോ ഓൻ പഠിച്ചെടുത്തു. ഓൻ പിന്നെ എന്തൊക്കെയാലും ചെയ്യാന്നറിയോ? ഓന്റെ സ്വഭാവം വെച്ചിട്ട് ഓ ആ ബൈക്കിന്റെ മേലക്കണ്ട് കയറി, എന്നിട്ട് അതങ്ങോട്ട് തിരിച്ചു. ആക്സിലേറ്റർ ഒക്കെ കണ്ട് തിരിച്ചിട്ട് വെറുതെ ഒരു കാര്യമില്ലാണ്ട് എന്ത് ചെയ്യും? അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും തന്നെ പരിപാടി. വെറുതെ അവിടെ കിടന്ന് ഓടിക്കളിക്കാൻ നിൽക്കും. ഹൈ സ്പീഡിൽ മര്യാദക്ക് ഓടിക്കാൻ നമുക്ക് അറിയില്ല. എന്നിട്ട് ഇങ്ങനെ ആണ്ടും ഇങ്ങോട്ടും വെറുതെ പോയിക്കൊണ്ടിരിക്കും. ആര്? നമ്മളെ മിഥിലാജ്. അതേ സ്വഭാവം തന്നെയാണ് ഇതിന് ചാർജ് കിട്ടിയാലും അവസ്ഥ. കുറഞ്ഞ അടുത്ത് പൂമാൻ കിട്ടിയുള്ള അവസ്ഥ എന്നൊക്കെ കേട്ടിട്ട് ഞങ്ങള്. അതേപോലെയാണ്
ഇതിന് ചാർജ് കിട്ടിയാൽ ഇതിന്റെ സ്വഭാവം കണ്ട് മാറും. ഒരു ആവശ്യമില്ലാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് വായും അവിടുന്ന് ഇങ്ങോട്ട് വായും, ഇവിടുന്ന് അങ്ങോട്ട് വായും അവിടുന്ന് ഇങ്ങോട്ട് വായും, ഇങ്ങോട്ടും ഇങ്ങനെ പാഞ്ഞു കളിക്കാം. അപ്പൊ നമുക്ക് അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം, എങ്ങനെ പറയാം, ഓർഡർ ആക്കിയിട്ട് എങ്ങനെ പറയാം? ദ അയോൺസ് മൂവിങ് ഇൻ ഹൈ സ്പീഡ്. ഈ അയോൺസ് എന്ത് ചെയ്തു? മൂവിങ് ഇൻ ഹൈ സ്പീഡ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താ പറയാ? അയോണുകൾ അതിവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അയോണുകൾ എന്ത് ചെയ്യുന്നു? അതിവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാം അയോൺസ് മൂവിങ് ഇൻ ഹൈ സ്പീഡ്. മൂവിങ് ഇൻ ഹൈ സ്പീഡ് അല്ലെ? ഹൈ സ്പീഡിൽ അത് മൂവ് ചെയ്യുന്നു. അയോൺസ് മൂവിങ് ഇൻ ഹൈ സ്പീഡ്. അയോൺസ് എന്ത് ചെയ്യുന്നു? ഹൈ സ്പീഡിൽ മൂവ് ചെയ്യുന്നു. ഈ അയോണുകൾ അതിവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതൊക്കെ അതും കഴിഞ്ഞു. ഇനി സഞ്ചരിക്കുമ്പോൾ ഇതിന്റെ നടുവില് പാവപ്പെട്ട കുറെ മോളിക്യൂൾസ് ഉണ്ട് അല്ലെ? പാവപ്പെട്ട കുറെ വാതക തന്മാത്രകൾ ഇതിന്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. ഈ പാവപ്പെട്ട വാതക തന്മാത്രകള് ഈ അയോണുകളെ കാണുമ്പോ എന്താ കാട്ടാന്നറിയോ? അയോണുകൾ ഇങ്ങനെ ആണ്ടുകൊണ്ട് പാഞ്ഞളിക്കാണ്. ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന മോളിക്യൂൾസിനെ പോയി കാണി ഇടിക്കൂല അത്. അതങ്ങനെ എന്ത് ചെയ്യും? കൂട്ടിമുട്ടും. ദേ കൊളൈഡ് വിത്ത് അൺഅയണൈസ്ഡ് മോളിക്യൂൾസ്. അയോൺസ് ആർ മൂവിങ് ഇൻ ഹൈ സ്പീഡ്. മൂവിങ് ഇൻ ഹൈ സ്പീഡിൽ മൂവ് ചെയ്യുമ്പോ ദേ കൊളൈഡ് വിത്ത്, അത് കൂട്ടിമുട്ടുന്നു. ആരുമായിട്ട് കൂട്ടിമുട്ടും? ഈ അൺഅയണൈസ്ഡ് മോളിക്യൂൾസുമായിട്ട്. അതായത് ചാർജ് ഇല്ലാത്ത ഈ ആറ്റങ്ങളുമായിട്ട്, പാവപ്പെട്ട ചാർജ് ഇല്ലാത്ത ആറ്റങ്ങളുമായിട്ട് ഈ അയോണുകൾ കൂട്ടിമുട്ടുന്നു. അപ്പൊ അതാണ് അടുത്ത സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാം അയോണുകൾ അതിവേഗം സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ വേണ്ട ഇതിന് കൂടെ തന്നെ പറയാം അല്ലെ? ഗ്യാസ് മോളിക്യൂൾസ് അയോൺ ആയിട്ട് മാറി. then ions moving with high speed and that collide കൂട്ടിമുട്ടുന്നു. collide with unionized molecules. മലയാളത്തിൽ പറയുമ്പോ എങ്ങനെ പറയാ? അത് ചാർജ് ഇല്ലാത്ത ആറ്റങ്ങളുമായിട്ട് കൂട്ടിമുട്ടുന്നു. ഇനി കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. മിഥിലാജ് ഇങ്ങനെ വണ്ടിയായിട്ട് പോവാണ്. അവൻ മുന്നിലുള്ള ആൾക്കാരെ പോയി കണ്ട് കൂട്ടിമുട്ടി. എന്താ ഉണ്ടാവാ? അവർക്ക് മര്യാദയ്ക്ക് അറിയില്ല എന്നുള്ള അവന്റെ ഓട്ടം കണ്ടപ്പോ തന്നെ മനസ്സിലായിരുന്നു. അവിടെ പോയിട്ട് ഒരാളെ പോയി കണ്ടിട്ട് ഇടിച്ചാൽ എന്താ ഉണ്ടാവുക മിഥിലാജ്? എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ മോനെ? മിഥിലാജ് എന്താ ഉണ്ടാവുക? അഭിനയം ഒന്ന് പറഞ്ഞോട്ടിക്കാം. പരിക്ക് പറ്റും. വേറെ എന്താ ഉണ്ടാവും? പരിക്കൊന്നും പറ്റില്ല എന്ന് വിചാരിക്കാം. അവൻ പോയി കണ്ട് ഇടിപ്പിച്ചു. എന്താ ഉണ്ടാവുക? പോലീസൊന്നും അവിടെ ഇല്ല. പോലീസൊന്നും വരാൻ കാത്തിക്കൂല. ഇടിച്ച ആളും വരെ പൊയ്ക്കണ്ടൊന്ന് പൊട്ടിക്കൂലേ? അതുണ്ടാവും. അതായത് ആ ഇടിച്ച ആള് നല്ലോണം എന്ത് ചെയ്യും? അയാൾക്ക് നല്ലൊരു ചാർജ് ഒക്കെ കിട്ടും. അങ്ങനെ എനർജി ഒക്കെ വരും ആ ഇടിക്കലിന്റെ ഫലമായിട്ട്. ഇവർക്ക് എനർജി ഉണ്ടായിരുന്നു. അപ്പൊ ആ എനർജീന്റെ പുറത്ത് പോയിക്കാണ്ട് ഇടിക്കുമ്പോ ഓൻ നല്ലോണം ചൂടാവും, അല്ലെങ്കിൽ ഓനക്ക് നല്ലോണം എനർജി കിട്ടും. അപ്പൊ അതന്നെയാണ് ഇവിടെ ഉണ്ടാവുക. ഈ കൊളൈഡ് ചെയ്യപ്പെട്ട ഈ മോളിക്യൂൾസിനെ എനർജി കിട്ടും, ഊർജം കിട്ടും, ചാർജ് കിട്ടും എന്ന് പറയാം. നാലാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാം the unionized molecules become charged. Unionized become charged, അല്ലെങ്കിൽ they get energy due to collision. ആ കൊല്യൂഷന്റെ ഫലമായിട്ട് ഈ അൺഅയണൈസ്ഡ് മോളിക്യൂൾസിന് ചാർജ് കിട്ടി. ഈ കൂട്ടിമുട്ടലിന്റെ ഫലമായിട്ട് ഈ ചാർജ് ഇല്ലാത്ത അയോണീകരിക്കപ്പെടാത്ത ആറ്റങ്ങൾക്ക് എന്ത് ചെയ്ത് കിട്ടി? ചാർജ് കിട്ടി. Unionized molecules become charged due to collision. ആ കൂട്ടിമുട്ടലിന്റെ ഫലമായിട്ട് അൺഅയണൈസ്ഡ് മോളിക്യൂൾസിന് ചാർജ് കിട്ടി. ഇനി അപ്പൊ അതിന് ചാർജ് ഒക്കെ കിട്ടിയിട്ടോ. എന്നിട്ട് ചാർജ് ഒക്കെ കിട്ടിക്കണ്ട് ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പായിട്ട് എന്താ ഉണ്ടാവുന്ന അറിയോ? ഈ ചാർജ് ഇതിന് കിട്ടിക്കഴിഞ്ഞാൽ ആ ചാർജ് എങ്ങനെയെങ്കിലും ഇപ്പൊ ഒന്ന് തീർക്കണല്ലോ. ഇതിനിപ്പോ ഇങ്ങനെ ആകേണ്ട വേദന അല്ലെങ്കിൽ ആകേണ്ട ചാർജ് കിട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ചാർജിനെ പാവപ്പെട്ട ഈ അൺഅയണൈസ്ഡ് മോളിക്യൂൾ എന്താ ചെയ്യാന്നറിയോ നിങ്ങള്? അൺഅയണൈസ്ഡ് മോളിക്യൂൾസിന് കിട്ടിയ ചാർജിനെ അതൊരു പ്രകാശ രൂപത്തിൽ അങ്ങനെ പുറത്തേക്ക് വിടും. ലൈറ്റ് ആയിട്ട് അങ്ങനെ പുറത്തേക്ക് വിടും പ്രകാശം. ഇങ്ങനെയാണ് ഒരു ഡിസ്ചാർജ് ലാമ്പില് പ്രകാശം ഉണ്ടാവുന്നത്. ഇവിടെ നോക്കി നിങ്ങള്, ഇതിന് ചാർജ് കിട്ടിയപ്പോ ആ ചാർജിനെയാണ് നമ്മൾ എങ്ങനെ വിട്ടത്? പ്രകാശ രൂപത്തിൽ പുറത്തേക്ക് വിട്ടത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഇതിന് ഡിസ്ചാർജ് ലാമ്പ് എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താന്നുള്ളത്? മനസ്സിലായില്ലേ? ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇതിന്റെ പ്രവർത്തനം പറയും. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും അതിന്റെ പ്രവർത്തനം പറഞ്ഞു തന്നെ. ആദ്യം നമുക്ക് പക്ക മലയാളത്തിലാണ് പറഞ്ഞുതരാം. എങ്ങനെ ചെയ്യുക വെച്ചാല്, ഇതിന് ഭാഗങ്ങളാണ് ഉണ്ടാവുക. 3 സാധനങ്ങളാണ് ഒരു ഡിസ്ചാർജ് ലാമ്പിന് ഉണ്ടാവുക.
ഒന്ന് 2 ഇലക്ട്രോഡുകൾ ഉണ്ടാകും. 2 ഇലക്ട്രോഡുകൾ ഉണ്ടാകും. പിന്നെ ഒരു ഗ്ലാസിന്റെ ആവരണം ഉണ്ടാവും. പിന്നെ ഒരു വാതക തന്മാത്രകൾ അല്ലെങ്കിൽ വാതകം ഉണ്ടാവും. ഈ 3 സാധനങ്ങളെ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്ന പരിപാടി, ആദ്യം 2 ഇലക്ട്രോഡുകളിലേക്ക് ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുന്നു. 2 ഇലക്ട്രോഡുകളിലേക്ക് ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുന്നു. അപ്പോൾ രണ്ടാമതായിട്ട് നമുക്ക് പറയാം, അപ്പോൾ അതിനടുത്തുള്ള ഇലക്ട്രോഡുകൾക്ക് അടുത്തുള്ള വാതക തന്മാത്രകൾ അയോണീകരിക്കപ്പെടുന്നു. അപ്പോൾ ഇലക്ട്രോഡുകൾക്ക് അടുത്തുള്ള വാതക തന്മാത്രകൾ അയോണീകരിക്കപ്പെടുന്നു. വാതക തന്മാത്രകൾ അയോണീകരിക്കപ്പെടുന്നു. അപ്പൊ രണ്ടെണ്ണമായി. വാതക തന്മാത്രകൾ അയോണീകരിക്കപ്പെടുന്നു. ഇനി ഈ അയോണുകൾ അതിവേഗം സഞ്ചരിക്കുമ്പോൾ അയോണീകരിക്കപ്പെടാത്ത വാതക തന്മാത്രകളുമായി കൂട്ടിമുട്ടുന്നു. ഈ അയോണുകൾ അതിവേഗം സഞ്ചരിക്കുമ്പോൾ അയോണീകരിക്കപ്പെടാത്ത വാതക തന്മാത്രകളുമായി കൂട്ടിമുട്ടുകയും ഈ കൂട്ടിമുട്ടലിന്റെ ഫലമായി ആ വാതക തന്മാത്രകൾക്ക് ഊർജം ലഭിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സ്റ്റെപ്പാക്കിയിട്ട് പറഞ്ഞാൽ മതി. വാതക തന്മാത്രകൾ അയോണീകരിക്കപ്പെടുന്നു എന്ന് പറയാം, കൂട്ടിമുട്ടുന്നു എന്ന് പറയാം അല്ലെ. വാതക തന്മാത്രകൾ അതിവേഗം സഞ്ചരിക്കുമ്പോൾ അയോണീകരിക്കപ്പെടാത്ത വാതക തന്മാത്രകളുമായിട്ട് കൂട്ടിമുട്ടുന്നു. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് പറയാ, കൂട്ടിമുട്ടലിന്റെ ഫലമായി കിട്ടിയ ഊർജത്തെ പ്രകാശ രൂപത്തിൽ പുറത്തേക്ക് വിടുന്നു. 4 സ്റ്റെപ്പായിട്ട് നമ്മൾ പറഞ്ഞു. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ, when we applying high potential difference to the electrode, ആ ഇലക്ട്രോഡിലേക്ക് ഉയർന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാല്, the gas molecules near to the electrode become ionized. The gas molecules near to the electrode become ionized. അത് അയോണൈസ് ചെയ്യും. Then the ions are moving in high speed and they collide with the unionized molecule. The ions moving in high speed and they collide with the unionized molecules. Then collide ചെയ്തു. ഇനി എന്ത് ചെയ്തു? The energy gained due to the collision. ആ കൂട്ടിമുട്ടലിന്റെ ഫലമായി കിട്ടിയ it become released as light energy. Emitted as light energy. Gained due to the collision is emitted as light energy. അത് ലൈറ്റ് എനർജി ആയിട്ട് അങ്ങനെ പുറത്തേക്ക് വിടുന്നു. ഇതാണ് അതിന്റെ പ്രവർത്തനം. ഇതിന്റെ പ്രവർത്തനം കിട്ടാത്ത ആരെങ്കിലും ഉണ്ടാവോ മക്കളെ? പ്രവർത്തനം കിട്ടുമോ നിങ്ങൾക്ക്? ഇനി പറയണോ? നോട്ട് കൂടി എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കൂട്ടോ ഇതിന്റെ പ്രവർത്തനം. അപ്പൊ ഇതിന്റെ പ്രവർത്തനം നമുക്ക് മനസ്സിലായി. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനൊരു പോരായ്മയുണ്ട്, ഒരു ഡീമെറിറ്റ് ഉണ്ട്. സലാമിന്റെ ഡീമെറിറ്റ് എന്തായിരുന്നു? ഒരു പോരായ്മ എന്തേലും? ഇസ്ലാമിന് എന്തോ ഒരു പ്രശ്നം ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഇസ്ലാമിന്റെ പ്രശ്നം? ഫിലമെന്റ് ലാമ്പിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രശ്നം എന്തായിരുന്നു? വൈദ്യുതി ഉപയോഗിച്ചാണ് താപോർജ്ജം കുറവ്. അതാണ്, വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് നഷ്ടപ്പെടും. ഇലക്ട്രിക്കൽ എനർജി ലോസസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് എനർജി. അതാണ് നമ്മുടെ ഇൻകാൻഡസെന്റ് അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പിന് നടന്നിട്ടുണ്ടായിരുന്ന പ്രശ്നം. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് അറിയോ നിങ്ങള്? ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിനുള്ളിൽ നമ്മൾ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു വാതകം നടക്കുന്നു. സാധാരണഗതിയിൽ നമ്മളെ CFL-ലും അതുപോലെ തന്നെ ഫ്ലൂറസെന്റ് ലാമ്പിലൊക്കെ നടക്കുന്നത് മെർക്കുറി വേപ്പർ എന്ന് പറഞ്ഞ ഒരു വാതകമാണ്. മെർക്കുറി വേപ്പർ എന്ന് പറയുന്ന ഒരു ഗ്യാസ് ആണ് നടക്കുക. ഈ മെർക്കുറി വേപ്പറിനെ സംബന്ധിച്ചിടത്തോളം മെർക്കുറി വേപ്പറിന് ഒരു പോരായ്മയുണ്ട്. മെർക്കുറി വേപ്പർ എങ്ങാനും പ്രകൃതിയിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ട്യൂബൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാല് ഒരു ഗ്യാസ് ഇത് പുറത്തു കൊണ്ടുണ്ടാവും. വെള്ളപ്പൊടി ഉണ്ടാവും. അതല്ലാണ്ട് ഒരു ഗ്യാസ് പറഞ്ഞിട്ട് ഒരു ഗ്യാസിന്റെ പുറത്തേക്ക് പോകും. അതുകൊണ്ടാണോ നിങ്ങള്? ഇനി അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലെ CFL ബൾബ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റ് ഉണ്ടാ നോക്കുക. ഉണ്ടെങ്കിൽ അത് പുറത്തുണ്ടായിക്കാണ്ട് ആരും കാണാതെ ഒന്ന് പൊട്ടിച്ചു നോക്കിയാൽ മതി.
അപ്പൊ അതിനോട് ഗ്യാസും പോവും, ചിലപ്പം ഗ്യാസും പോവും. എന്തായാലും ഗ്യാസ് പുറത്തേക്ക് ഉണ്ടാവും. ആ ഗ്യാസിനെ അത് ശരിക്കും മെർക്കുറി വേപ്പറാണ്. CFLലും ഫ്ലൂറസെന്റ് ലാമ്പിലൊക്കെ ഉപയോഗിക്കുന്നത് മെർക്കുറി വേപ്പറാണ്. മെർക്കുറി വേപ്പർ എന്നുള്ളത് എൻവിയോൺമെന്റിന് ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഗ്യാസാണ്. പ്രകൃതിക്ക് വളരെയധികം മലിനീകരണം സംഭവിപ്പിക്കുന്ന ഒരു ഗ്യാസാണ്. ശരിക്കും പറഞ്ഞാലേ ഒരു വിഷവാതകമാണ് ശരിക്കും മെർക്കുറി വേപ്പർ. അതിങ്ങനെ ഓവറായിട്ട് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള അത്രയും കഠിനമായ വിഷവാതകമാണ് ഈ മെർക്കുറി വേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് മെർക്കുറി വേപ്പർ എന്നുള്ളത് ഹാംഫുൾ ടു എൻവിയോൺമെന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു പോരായ്മ ആയിട്ട് നമുക്ക് പറയാൻ പറ്റാ, ഇൻകാർഡേഷൻ അല്ല ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന മെർക്കുറി ബാഷ്പം, ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന മെർക്കുറി ബാഷ്പം പ്രകൃതിക്ക് ഹാനികരമാണ്. ഓക്കെ, ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന മെർക്കുറി ബാഷ്പം പ്രകൃതിക്ക് ഹാനികരമാണ്. അതാണ് അതിന്റെ പോരായ്മയായിട്ട് പറയാൻ പറ്റുക. The mercury vapor used in discharge lamp is harmful to environment. Mercury vapor used in discharge lamp is harmful to environment. അതാണ് അതിന്റെ പോരായ്മയായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് ഡിസ്ചാർജ് ലാമ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ അല്ലേ? ഡിസ്ചാർജ് ലാമ്പ് ഓക്കെ ആയിട്ടുണ്ടാവും വിചാരിക്കണം. ഇനി ഏതെങ്കിലും ഭാഗം പറയേണ്ടതുണ്ടോ? ആദ്യം നോട്ട് എഴുതിക്കോളൂ. ഡിസ്ചാർജ് ലാമ്പ് എന്നുള്ള ഹെഡിങ് എഴുതാം. ഡിസ്ചാർജ് ലാമ്പ്, ഡിസ്ചാർജ് ലാമ്പ് എന്ന് എഴുതാം. ഇംഗ്ലീഷിലൊക്കെ ഡിസ്ചാർജ് ലാമ്പിനെ ഡിസ്ചാർജ് ലാമ്പ് തന്നെയാണ് പറയാം. അവിടെ ഡിസ്ചാർജ് ലാമ്പ് എന്നുള്ള ഹെഡിങ് എഴുതാം. എന്നിട്ട് ഈ ചിത്രം പോലെ ഒന്ന് വരച്ചു വെച്ചോളൂ. ഇതിന്റെ ഭാഗങ്ങള് രണ്ട് ഇലക്ട്രോഡുകള്, ഇലക്ട്രോഡ് എന്നല്ല പറയുന്നത്, ഇലക്ട്രോഡ് എന്നാണ്. ഇലക്ട്രോഡ്, 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 രണ്ട് ഇലക്ട്രോഡുകളുണ്ട്. ഇലക്ട്രോഡ്, പിന്നെ ഗ്യാസ് മോളിക്യൂൾസ്, ഉള്ളിലുള്ളത് ഗ്യാസ് മോളിക്യൂൾസ്, ഗ്യാസ് മോളിക്യൂൾസ്, പിന്നെ ഗ്ലാസ് കവറേജ്. ഇതിന് മലയാളത്തിൽ പറയാം ഇലക്ട്രോഡ് തന്നെ പറയാം. ഗ്യാസ് മോളിക്യൂൾസിന് വാതക തന്മാത്രകൾ, വാതക തന്മാത്രകൾ, വാതക തന്മാത്രകൾ. പിന്നെ ഗ്ലാസിന്റെ ആവരണം. ഓക്കെ, ഭാഗങ്ങൾ എഴുതി. ഇതിന്റെ പ്രവർത്തനമാണ്. പ്രവർത്തനം ആദ്യം മലയാളത്തിൽ എഴുതിക്കോളൂ. രണ്ട് ഇലക്ട്രോഡുകളിലേക്ക് ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുമ്പോൾ, രണ്ട് ഇലക്ട്രോഡുകളിലേക്ക് ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുമ്പോൾ ആ ഇലക്ട്രോഡുകൾ അയോണീകരിക്കപ്പെടുന്നു. ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുമ്പോൾ ഇലക്ട്രോഡുകൾക്കടുത്തുള്ള വാതക തന്മാത്രകൾ, ഇലക്ട്രോഡുകൾക്കടുത്തുള്ള വാതക തന്മാത്രകൾ, ഇലക്ട്രോഡുകൾക്കടുത്തുള്ള വാതക തന്മാത്രകൾ അയോണീകരിക്കപ്പെടുന്നു. ഇലക്ട്രോഡുകൾക്കടുത്തുള്ള വാതക തന്മാത്രകൾ അയോണീകരിക്കപ്പെടുന്നു. ശരിയോ? ഇലക്ട്രോഡുകൾക്കടുത്തുള്ള വാതക തന്മാത്രകൾ അയോണീകരിക്കപ്പെടുന്നു. രണ്ട് ഇലക്ട്രോഡുകളിലേക്ക് ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുമ്പോൾ ഇലക്ട്രോഡുകൾക്കടുത്തുള്ള വാതക തന്മാത്രകൾ അയോണീകരിക്കപ്പെടുന്നു. സെക്കൻഡ് പോയിന്റ് ആക്കിയിട്ട് എഴുതാം. ഈ അയോണുകൾ അതിവേഗം സഞ്ചരിക്കുമ്പോൾ, ഈ അയോണുകൾ അതിവേഗം സഞ്ചരിക്കുമ്പോൾ അയോണീകരിക്കപ്പെടാത്ത തന്മാത്രകളുമായി, ഈ അയോണുകൾ അതിവേഗം സഞ്ചരിക്കുമ്പോൾ അയോണീകരിക്കപ്പെടാത്ത തന്മാത്രകളുമായി കൂട്ടിമുട്ടുന്നു. ഈ അയോണുകൾ അതിവേഗം സഞ്ചരിക്കുമ്പോൾ അയോണീകരിക്കപ്പെടാത്ത തന്മാത്രകളുമായി കൂട്ടിമുട്ടുന്നു. അയോണീകരിക്കപ്പെടാത്ത തന്മാത്രകളുമായി കൂട്ടിമുട്ടുന്നു. അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പ് ആയിട്ട് എഴുതാം.
ഈ കൂട്ടിമുട്ടലിന്റെ ഫലമായി കിട്ടിയ ഊർജത്തെ പ്രകാശ രൂപത്തിൽ പുറത്തേക്ക് വിടുന്നു. കൂട്ടിമുട്ടലിന്റെ ഫലമായി കിട്ടിയ ഊർജത്തെ പ്രകാശ രൂപത്തിൽ പുറത്തേക്ക് വിടുന്നു. ഇനി ഇംഗ്ലീഷിൽ എഴുതിക്കോളൂ. വർക്കിംഗ് എഴുതി ചെയ്ത when we applying high potential difference to the electrode, the gas molecules near to the electrode become ionized. The gas molecules near to the electrode become ionized. Gas molecules near to the electrode become ionized. First point കഴിഞ്ഞു. ഇതിലെ second point, the ions are moving in high speed. And they collide with unionized atoms. The more ions are moving in high speed and they collide with the unionized atoms. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്താ, മൂന്നാമത്തെ പോയിന്റ് ആക്കിയിട്ട് എഴുതാ, the energy gained due to this, മൂന്നാമത്തെ പോയിന്റ് ആണ് കേട്ടോ. Energy gained due to this collision is emitted as light energy. ഇതിന്റെ വർക്കിംഗ് എഴുതി കഴിഞ്ഞില്ലേ? എത്തിയില്ല നിങ്ങള്? അടുത്തത് അത് കഴിഞ്ഞിട്ടോ, അതിന്റെ വർക്കിംഗ് കഴിഞ്ഞു. ഇനി അടുത്തത് demerit of incandescent lamp, demerit of discharge lamp. ഡിസ്ചാർജ് ലാമ്പിന്റെ പോരായ്മ എഴുതിക്കോളൂ. demerit of discharge ലാമ്പിന്റെ പോരായ്മ എന്താണ്? ഡിസ്ചാർജ് ലാമ്പിന്റെ പോരായ്മ എന്താ? ഡിസ്ചാർജ് ലാമ്പിന്റെ പോരായ്മ എന്താ? എന്താ മക്കളെ വേഗം പറയും. ഒറ്റ പോരായ്മയേ ഉള്ളൂ. എന്താണെന്നറിയോ നിങ്ങള്? ഡിസ്ചാർജ് ലാമ്പിന് the mercury vapor, demerit of discharge ലാമ്പിന്റെ താഴെ എഴുതാ, the mercury vapor used in discharge lamp is harmful to environment. ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന മെർക്കുറി ബാഷ്പം പ്രകൃതിക്ക് ഹാനികരമാണ്. ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന മെർക്കുറി ബാഷ്പം പ്രകൃതിക്ക് ഹാനികരമാണ്. ഇത്രയാണ് നമുക്ക് ഡിസ്ചാർജ് ലാമ്പിനെ കുറിച്ച് പറയാനുള്ളത്. അതോടുകൂടി ഡിസ്ചാർജ് ലാമ്പ് എന്നുള്ള ഭാഗവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡിസ്ചാർജ് ലാമ്പിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ഭാഗം ഇനി പറയണോ മക്കളെ? പറയണോ? വേണ്ട, ഓക്കെ അല്ലേ? അപ്പൊ ആയിക്കോട്ടെ. അപ്പൊ അതോടുകൂടി അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഏത് ബൾബിനെ കുറിച്ചാണ് പറയാനുള്ളത്? ഒരൊറ്റ ബൾബിനും കൂടി നമുക്ക് പറയാണ്ട്. ബാക്കി ഡിസ്ചാർജ് ലാമ്പിൽ 4 പറഞ്ഞു. ഡിസ്ചാർജ് ലാമ്പ് പറഞ്ഞാല് ഒന്ന് നമ്മളെ ഏതൊക്കെ പെടും? വേപ്പർ ലാമ്പുകള്, പിന്നെ അതുപോലെ തന്നെ CFL, ഫ്ലൂറസെന്റ് ലാമ്പ്, ആർക്ക് ലാമ്പ്, അത് 4 പറഞ്ഞു. ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ബൾബാ പറയാനുള്ളത്? ഇനി ഏത് ബൾബാ? LED ബൾബ്. LED ലാമ്പ്, LED ബൾബ് അല്ലെ? LED ലാമ്പ് അല്ലെങ്കിൽ LED ബൾബ്. LED ലാമ്പിനെ കുറിച്ച് കുറെ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് തോന്നുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: LED ലാമ്പിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? LEDന്റെ ഫുൾ ഫോം എന്താ? LED എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയോ? കഴിഞ്ഞ വർഷം അതിനായിട്ടൊരു ചാപ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അതാണ്
ലൈറ്റ് ഫോം ആണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ആ ഫുൾ ഫോം ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. എമിറ്റിംഗ് ഡയോഡ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നുള്ളതാണ് LED ഫുൾ ഫോം. ഇവിടെ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, what are the merit of LED, what are the advantages of LED, LED ബൾബിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ അതൊന്ന് പറഞ്ഞോളൂ നിങ്ങൾ. LED ബൾബ് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. LED ബൾബാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഇൻകാർഡസ് ലാമ്പ് ഉപയോഗിക്കരുത്, ഡിസ്ചാർജ് ലാമ്പ് ഉപയോഗിക്കരുത്, നമ്മൾ LED ബൾബ് ഉപയോഗിക്കണം എന്നും പറയുന്നുണ്ട്. LED ലാമ്പിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? കറണ്ട് ബില്ല് കുറവായിരിക്കും. അതെങ്ങനെ നമ്മൾ പറയാം? കറണ്ട് ബില്ല് കുറവാണെന്ന് പറഞ്ഞാൽ കുറച്ച് പവർ മതി, ആണ് അതിന്റെ പ്രത്യേകത. കുറഞ്ഞ പവർ, യൂസിങ് ലോ പവർ, അതാണ് ഇതിന് ഒന്നാമത്തെ പ്രത്യേകത. LED ഒരു ഗുണം കിട്ടി. ഇനി വേറെ എന്താ പ്രശ്നം? ഇതിലെ വേറെ പ്രശ്നമല്ല, വേറെ ഗുണം എന്താ വെച്ചാൽ, ഇതാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞിട്ടാ. ഏതാണ്? നല്ല പ്രകാശീകരണം, അതും പറയാം. യൂസിങ് ലോ പവർ. ഇനി ഒരു മൂന്നെണ്ണം ഞാൻ പറഞ്ഞുതരാം, ബാക്കി നിങ്ങൾ പറഞ്ഞാൽ മതി. മൂന്നെണ്ണം. ഒന്ന് ഇതാണ് യൂസിങ് ലോ പവർ. രണ്ടാമത് ഈ LED ബൾബിന്റെ ഉള്ളിലെ ഇൻകാർഡസ് ലാമ്പിന്റെ ഉള്ളിലുള്ള മാതിരി ഫിലമെന്റ് ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. ഫിലമെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് നഷ്ടപ്പെടൂല. ഇലക്ട്രിക് എനർജി നോട്ട് ലോസിങ്, ദർ ഇസ് നോ ഫിലമെന്റ്. അതിൽ ഫിലമെന്റ് ഇല്ല, ദർ ഇസ് നോ ഫിലമെന്റ്. So no loss of energy in the form of heat. There is no filament, so no loss of energy in the form of heat. ഫിലമെന്റ് ഇല്ലാത്തതിനാൽ വൈദ്യുതോർജ്ജം താപോർജ്ജമായി നഷ്ടപ്പെടില്ല. ഫിലമെന്റ് ഇല്ലാത്തതിനാൽ വൈദ്യുതോർജ്ജം താപോർജ്ജമായി നഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതാണ് രണ്ടാമത്തെ പ്രത്യേകത. ഒന്നാമത്തെ യൂസിങ് ലോ പവർ, രണ്ടാമത്തെ there is no filament. ഇതിന്റെ കൂടെ തന്നെ എഴുതിക്കൊള്ളൂ കേട്ടോ, ഇനി എഴുതാൻ വേറെ സമയം എടുക്കണ്ട. യൂസിങ് ലോ പവർ, രണ്ടാമത് there is no filament, so no loss of energy in the form. There is no filament, so no loss of energy in the form of heat. മലയാളത്തിലാണെങ്കിൽ കുറഞ്ഞ പവർ മതി. കുറഞ്ഞ പവർ മതി കാരണം കറണ്ട് ബില്ല് കുറച്ച് മതി എന്നാണ്. പിന്നെ ഫിലമെന്റ് ഇല്ലാത്തതിനാൽ പ്രകൃതിക്ക് ഹാനികരമല്ല. ഫിലമെന്റ് ഇല്ലാത്തതിനാൽ പ്രകൃതിക്ക് ഹാനികരമല്ല. ഇനി മൂന്നാമത്തെ പ്രത്യേകത, പ്രകൃതിക്ക് ഹാനികരമല്ല എന്നല്ല, എന്താണ്? ഫിലമെന്റ് ഇല്ലാത്തതിനാൽ വൈദ്യുതോർജ്ജം താപോർജ്ജമായി നഷ്ടപ്പെടുന്നില്ല. അതാണ് കേട്ടോ. ഫിലമെന്റ് ഇല്ലാത്തതിനാൽ വൈദ്യുതോർജ്ജം താപോർജ്ജമായി നഷ്ടപ്പെടുന്നില്ല. There is no filament, no loss of energy in the form of heat. ഇനി മൂന്നാമത്തത്, ഇതിൽ മെർക്കുറി ബാഷ്പം ഉണ്ടോ? നമ്മള് ഡിസ്ചാർജ് ലാമ്പിനെ പറഞ്ഞ മെർക്കുറി ബാഷ്പത്തിനുള്ളിലില്ല. There is no mercury vapor, so not harmful to environment. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ ഈ 3 പോയിന്റും. There is no mercury vapor, so not harmful to environment. മലയാളത്തിൽ പറയുമ്പോ മെർക്കുറി ബാഷ്പം ഇല്ലാത്തതിനാൽ പ്രകൃതിക്ക് ഹാനികരമല്ല. ഓക്കെ അല്ലേ? ഓക്കെ, ഇതാണ് ഇവിടുത്തെ. ഇത് മൂന്നാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ബാക്കി ഇനിയിപ്പോ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഓൻ പറഞ്ഞ മാതിരി കൂടുതൽ പ്രകാശം ഉണ്ടാകും, ലോങ്റ്റിവിറ്റി കൂടും. ലോങ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആയുസ് കൂടും, കുറെ കാലം നിൽക്കുന്നത്. ഹൈ ലോങ്റ്റിവിറ്റി കൂടും, അല്ലെങ്കിൽ ആയുസ് കൂടും എന്ന് പറയാം. ആരും നമ്മൾ ആയുസ് കൂടുന്നല്ല, ഈ ബൾബിന് കുറെ ആയുസ് ഉണ്ടാവും എന്നർത്ഥം. പെട്ടെന്നൊന്നും കംപ്ലൈന്റ് വരൂല. ഇതൊക്കെ മതി. ഒരു 3 ചോദിക്കുള്ളൂ. 2 മിക്കവാറും ചോദിക്കാം. അപ്പൊ 2 നിങ്ങൾ 3 പഠിച്ചു വെക്കാം. ഈ 3 എന്തായാലും പഠിക്കാം കേട്ടോ. ഈ ആദ്യത്തെ 3 പിന്നെ ഹൈ ലോങ്റ്റിവിറ്റി എന്നുള്ളതും കൂടി പണി പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോ ശരിക്കും പറഞ്ഞാല് ഇതൊക്കെയാണ് LED ബൾബിന്റെ ഗുണങ്ങൾ. ഇതെന്നെ ഇവിടുന്ന് ചോദിക്കുള്ളൂ. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും LED ബൾബിന്റെ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇത് ടെക്സ്റ്റ് ബുക്കിലെ LED ബൾബിന്റെ ഗുണങ്ങൾ കണ്ടില്ല നിങ്ങള്? കേട്ടില്ലേ? നിങ്ങള് എഴുതിയോ? ഓക്കെ, അപ്പൊ ഇനി LED ബൾബിന്റെ ഗുണങ്ങൾ കഴിഞ്ഞു. ഇനി LED ബൾബുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല്, ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് എന്താ പറയാ LED ബൾബിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. കണ്ടോ നിങ്ങള്? ടെക്സ്റ്റ് ബുക്കിലെ ഭാഗങ്ങൾ തന്നിട്ടുണ്ടോ? കണ്ടോ? ടെക്സ്റ്റ് ബുക്കിൽ കണ്ടോ? ഒരു ബോക്സില്
LED ബൾബിന്റെ ഓരോ ഭാഗങ്ങളും അതിന്റെ പേരും ഉപയോഗവും കണ്ടോ മക്കളെ? കണ്ട്. ആ ഭാഗങ്ങള് ഏതൊക്കെയാന്നുള്ളത് വായിച്ചു തരും. ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചു തരും. അസ്ലം ഒന്ന് വായിച്ചടിക്കാം, അല്ലെങ്കിൽ പിതാനത്തിനൊന്ന് വായിച്ചടിക്കാം ആ ഭാഗങ്ങളെ പേരുകള്. ഇതേ അതൊന്ന് വായിക്കും. LED ബൾബിന്റെ ഭാഗങ്ങളില്ലേ, ആ ഭാഗങ്ങളെ പേരൊന്ന് വായിച്ചു തരും. വായിക്കും. ബേസ് യൂണിറ്റ് അതല്ലേ? അതന്നെ ബേസ് യൂണിറ്റ്. പിന്നെ ഹീറ്റ് സിങ്ക്, ബേസ് പ്ലേറ്റ്, ബാക്ക് കണ്ടക്ടർ സ്ക്രൂ, പവർ സപ്ലൈ ബോർഡ്, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് അല്ലേ? അപ്പൊ ആ ഭാഗങ്ങള് ഒക്കെ എന്താ വെച്ചാല് അത് ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ എന്നാലും എന്ത് ചെയ്യാം, ആ ഭാഗങ്ങളെ പേരും ജസ്റ്റ് ആ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. പിന്നെ അതേപോലെ കുറച്ച് പില്ലേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ, കട്ടിംഗ് പ്ലയർ, സ്ക്രൂ ഡ്രൈവർ, ഷോൾഡറിങ് അയൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഫോട്ടോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഫോട്ടോസ് ഒക്കെ ഒന്ന് ശരിക്കും നോക്കി വെക്കുക. അതേപോലെ തന്നെ LED ബൾബ് എങ്ങനെ നിർമ്മിക്കാം, എങ്ങനെ കേട് വന്നാൽ എങ്ങനെ നന്നാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ഇതുവരെ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയും ചെയ്യാലോ. പക്ഷെ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. LED ബൾബിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ, വാട്ട് ആർ ദ മെറിറ്റ് ഓഫ് LED ബൾബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ പറയണം കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ബാക്കി നിങ്ങൾ വായിച്ചു പോയാൽ മതി. അപ്പൊ ഇത്രയാണ് നമ്മള് പവർ പറഞ്ഞോ. പവറിനെ കുറിച്ച് പറഞ്ഞോ നമ്മള്. പവർ കാണാനുള്ള ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞോ. പവറിന്റെ ഇക്വേഷൻ നിങ്ങൾ പറഞ്ഞില്ലേ? ഓക്കെ. അപ്പൊ പവറിന് അറിയില്ല, സ്കൂളിൽ നിന്നാണോ അറിയില്ല, എവിടുന്നാ പറഞ്ഞു? നിങ്ങൾ ആ നോട്ട് ഒന്ന് എടുത്ത് നോക്കി. ഫിസിക്സിന്റെ നോട്ടില് പവറിന്റെ ഇക്വേഷൻസ് ഉണ്ടാവും നോക്കി. പവർ എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. P is equal to I square R, P is equal to W by അല്ല P is equal to W. പവറിന് പറഞ്ഞിട്ടില്ലേ വാട്ട് ആണ് അതിന്റെ യൂണിറ്റ് എന്നൊക്കെ. വർക്ക് ബൈ ടൈം അതാണോ? അതന്നെ. അത് വെച്ചിട്ട് എങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. H/T എന്നൊക്കെ പറഞ്ഞിട്ട് 4 ഇക്വേഷൻസ് പവറിനെ എഴുതിക്കണില്ലേ. ഓക്കെ, പവർ പറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് ചാപ്റ്റർ മുഴുവനായിട്ട് കഴിഞ്ഞു. ഇനി ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ വേറെ ഒന്നും നമുക്ക് പറയാനില്ല. പവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പവർ പറയും ചെയ്യാം. പവർ പറഞ്ഞിരിക്കണം എന്നുള്ള കാര്യം ഷുവർ അല്ലേ?